ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താനില്ലെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസ് 24-നോട് പറഞ്ഞു. താൻ കോൺഗ്രസ് വിട്ടില്ല, കോൺഗ്രസ് ആണ് തന്നെ വിട്ടതെന്നും കെ.വി. തോമസ് ഓർമ്മിച്ചു. ഇല്ല, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടില്ല. 2019 അതിൻ്റേതായ കാരണം 2019 എനിക്ക് സീറ്റ് നിഷേധിക്കുമ്പോൾ ഞാൻ ജയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അന്ന് എനിക്ക് 73 വയസ്സാണ്. എനിക്ക് 73 വയസ്സായി എന്ന് പറഞ്ഞാണ് അവരൊന്ന് ഒരു കാര്യം പറഞ്ഞു. ഇന്ന് 84 വയസ്സും 85 വയസ്സുള്ള ആളുകൾ തയ്യാറായി കളത്തിലേക്ക് ഇറങ്ങുന്നു. ഞാൻ കോൺഗ്രസ് ഇപ്പോഴും വിട്ടിട്ടില്ല, പക്ഷേ കോൺഗ്രസ് ലക്ഷ്യബോധമില്ല. LDF മികച്ച ഭൂരിപക്ഷത്തോടെ തുടർഭരണം സാധ്യമാക്കുമെന്നാണ് കെ.വി. തോമസിന്റെ അഭിപ്രായം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡല്ല പലപ്പോഴും നിയമസഭയിൽ ഉണ്ടാവുക. പിണറായി വിജയൻ നിശ്ചയദാർഢ്യമുള്ള മുഖ്യമന്ത്രിയാണെന്നും കെ.വി. തോമസ് പറയുന്നു. മൂന്നാമതും അധികാരത്തിൽ കടന്നു വരും, യാതൊരു സംശയക്കാരുമില്ല. നല്ല ഭൂരിപക്ഷം ഉണ്ടാകും. കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേരള വികസനത്തിൽ കാതലായ സംഭാവന ചെയ്ത ഒരു ഗവൺമെൻറ്. UDF മുഖ്യമന്ത്രിയാകാൻ ആളുകൾ കേരളത്തിലേക്ക് എത്തുന്ന സ്ഥിതിയാണെന്ന് കെ.വി. തോമസ് പരിഹസിക്കുന്നു. ടീം UDF എന്നൊന്നില്ല, 4 പേരും 4 പോസ്റ്റിലേക്കാണ് ഗോൾ അടിച്ചുവിടുന്നതെന്നും കെ.വി. തോമസ് പരിഹസിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി അദ്ദേഹത്തിന്റെ 4 ഗോൾ അടിക്കണം, 4 ഗോൾ പോസ്റ്റിലൊക്കെ അടിക്കണം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഭൂരിപക്ഷം കിട്ടുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി ആരാകണം തർക്കം നടക്കുകയല്ലേ. ആ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി ചില ആളുകൾ ഇവിടെ തമ്പടിച്ചിരിക്കുക. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി നമുക്കൊപ്പം കൊച്ചിയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. വിഷ്ണു, യഥാർത്ഥത്തിൽ 4 പേരും 4 സ്ഥലത്തേക്ക് ഗോളടിക്കുന്നു എന്ന് തോമസ് മാഷ് പറയുമ്പോൾ അതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്, പറയൂ. തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് ചൂടുപിടിക്കുകയാണ്. മുന്നണികളൊക്കെ സീറ്റ് വിഭജനത്തിലേക്കും സീറ്റ് ചർച്ചകളിലേക്കും ഒക്കെ കടന്നിട്ടുണ്ട്. അതിനിടയിലാണ് കെ.വി. തോമസിന്റെ ഈ പ്രതികരണം വന്നിരിക്കുന്നത്. അദ്ദേഹം UDF-നൊപ്പം കോൺഗ്രസിനൊപ്പം ഒക്കെ അടിയുറച്ച് നിന്ന ആളാണ്. ഈ എറണാകുളം ജില്ലയിൽ നടന്ന CPM-ന്റെ സംസ്ഥാന സമ്മേളനം വരെ. അതിനുശേഷമാണ് അദ്ദേഹം കോൺഗ്രസുമായി തെറ്റിപ്പിരിയുന്നത്. പിന്നീട് അദ്ദേഹം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പോടുകൂടി പൂർണ്ണ LDF-നൊപ്പം ചേരുന്ന കാഴ്ചയാണ് കണ്ടത്. അതിനുശേഷം അദ്ദേഹത്തെ പ്രത്യേക പ്രതിനിധിയായി നമ്മൾ സംസ്ഥാന സർക്കാർ നിയോഗിച്ചതും കണ്ടതാണ്. അദ്ദേഹം വളരെ ക്ലിയറായി പറയുകയാണ്, തുടർഭരണം ഉണ്ടാകും, ഇടതുപക്ഷം ഭരണം ഉറപ്പിക്കും, അതായത് വലിയ ഭൂരിപക്ഷത്തിലായിരിക്കും ഭരണം നേടുക എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നത് വികസന രാഷ്ട്രീയമാണ്. പ്രത്യേകിച്ച് ദേശീയപാത വികസനം, അതോടൊപ്പം തന്നെ മെട്രോ റെയിലിന്റെ വികസനം, അങ്ങനെ തുടർ വികസന പദ്ധതികളൊക്കെ കൃത്യമായി നടപ്പാക്കാൻ പിണറായി വിജയന് സാധിച്ചിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ റിഫ്ലക്ട് ചെയ്യും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു ട്രെൻഡ് ആയിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത്. അതാണ് LDF-ന്റെ തുടർഭരണത്തിന് വഴിവെക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നത് UDF-ന്റെ ചില പോരായ്മകൾ അദ്ദേഹം വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. UDF-ൽ എല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. ടീം UDF എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയും. പക്ഷേ അങ്ങനെയൊന്നില്ല എന്നാണ് കെ.വി. തോമസിന്റെ ഭാഷ്യം. അദ്ദേഹം വ്യക്തമാക്കുന്നത് KPCC പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ ആരാണ് UDF-നെ നയിക്കുന്നത് അദ്ദേഹം ചോദിക്കുന്നു. 4 പേരും 4 പോസ്റ്റിലേക്ക് ഗോളടിക്കുകയാണ്. മുഖ്യമന്ത്രിയാകാനാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. ഭൂരിപക്ഷം കിട്ടുന്ന കാര്യം പോലും ഉറപ്പിക്കാൻ അവർക്ക് പറ്റുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. എറണാകുളം ജില്ലയെ കൂടി അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. എറണാകുളം ജില്ല UDF-ന്റെ ഒരു ഉരുക്കുകോട്ടയാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന, കഴിഞ്ഞ സർവേയിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന ജില്ലയായി UDF ഉയർത്തിപ്പിടിക്കുന്നത് എറണാകുളം ജില്ലയാണ്. പക്ഷേ അങ്ങനെ ഒരു ക്ലീൻ സ്വീപ്പിനുള്ള സാധ്യത നിലവിൽ എറണാകുളത്തില്ല എന്ന് മാഷ് പറയുകയാണ്. അതായത് 14 സീറ്റും എന്നുള്ളത് UDF-ന്റെ വ്യാമോഹമാണ്. വളരെ പ്രധാനപ്പെട്ട പ്രകടനം ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് എറണാകുളം ജില്ലയിലും കേരളത്തിലുടനീളം ഉണ്ടാവും. അങ്ങനെ ഇടതുപക്ഷം വീണ്ടും 3.0 എന്ന പിണറായി വിജയന്റെ ആ സർക്കാർ 3.0 അത് സാധ്യമാകുമെന്നാണ് UDF-നൊപ്പം കോൺഗ്രസിനൊപ്പം ദീർഘകാലം യാത്ര ചെയ്ത കെ.വി. തോമസിന്റെ പ്രതികരണം. SK. താങ്ക് യു വിഷ്ണു സുരേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.